കൊട്ടാരം. ചൂടുള്ള വെയിൽ നിറഞ്ഞ ഒരു ഉച്ചതിരിഞ്ഞ സമയമായിരുന്നു അത്. തിളങ്ങുന്ന നീലാകാശത്തിനു കീഴിൽ സ്വർണ്ണമണൽ തിളങ്ങി. സാം എന്നു പേരുള്ള ഒരു കൊച്ചുകുട്ടി തന്റെ സ്വപ്ന കൊട്ടാരം പണിയാൻ ആവേശത്തോടെ തന്റെ ബക്കറ്റും പാറയുമായി കടൽ തീരത്തേക്ക് ഓടി വന്നു. തിരമാലകളിൽ നിന്ന് വളരെ അകലെയാണെങ്കിലും മൃദുവായ തെറിച്ചിൽ കേൾക്കാൻ കഴിയുന്നത്ര അടുത്താണ് അവൻ അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുത്തത്. ആദ്യം അവൻ അടിത്തറയ്ക്കായി ഒരു വിശാലമായ വൃത്തം കുഴിച്ചു. പിന്നെ അവൻ തന്റെ ബക്കറ്റിൽ നനഞ്ഞ മണൽ നിറച്ച് അത് മറിച്ചിട്ട് ശ്രദ്ധാപൂർവം തട്ടി. ഓരോന്നായി ഗോപുരങ്ങൾ ഉയരാൻ തുടങ്ങി. അവൻ മതിലുകളും ഗേറ്റുകളും ചെറിയ ജനാലകൾ പോലും ഉണ്ടാക്കി. കടൽ ചെരുവുകൾ അലങ്കാരങ്ങളായി. ഒരു തൂവൽ കോട്ടയുടെ പതാകയായി. തികഞ്ഞത്, സാം മന്ത്രിച്ചു. തന്റെ മാസ്റ്റർ പീസിനെ അഭിനന്ദിക്കാൻ പിന്നോട്ടു പോയി. കുറച്ചു നേരം അവൻ അതിന്റെ അരികിലിരുന്നു. നൈറ്റ്സിനെയും രാജകുമാരിമാരെയും അകത്ത് താമസിക്കുന്ന ചെറിയ ഡ്രാഗണുകളെയും സങ്കൽപ്പിച്ചു. പക്ഷേ വേലിയേറ്റം വന്നുകൊണ്ടേയിരുന്നു. പതുക്കെ തിരമാലകൾ അടുത്തേക്ക് വന്നു. ഒരു ചെറിയ തിരമാല ചുവരുകളിൽ തെറിച്ചു. അവ വിറച്ചു, പക്ഷേ നിന്നു. പിന്നെ ഒരു വലിയ തിരമാല വന്ന് സ്വിഷ്! ഒരു ഗോപുരം തകർന്നു വീണു. പിന്നെ മറ്റൊന്ന്. മുഴുവൻ കോട്ടയും വീണ്ടും മണലിൽ ലയിക്കുന്നതുവരെ സാം നിശബ്ദമായി നോക്കി നിന്നു. അവന്റെ ഹൃദയത്തിൽ ഒരു ചെറിയ പിടുത്തം അനുഭവപ്പെട്ടു. പക്ഷേ അവൻ പുഞ്ചിരിച്ചു. അത് കുഴപ്പമില്ല, അവൻ പറഞ്ഞു. നാളെ ഞാൻ അതിലും വലുതും മികച്ചതുമായ ഒന്ന് നിർമ്മിക്കും. കടൽ എന്റെ സഹായിയായിരിക്കും. സമുദ്രം ചിരിക്കുന്നതായി തോന്നി. അവന്റെ കാൽവിരലുകളിൽ ഈ കിളിപ്പെടുത്താൻ ഒരു മൃദുവായ തിരമാല അയച്ചു. നാളത്തെ കോട്ടയെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് സാം തിരികെ കൈവീശി. കൂട്ടുകാരെ, ഓരോ അവസാനവും ഒരു പുതിയ തുടക്കമാകാം. ചിലപ്പോൾ സന്തോഷം വീണ്ടും പണിയുന്നതിലാണ്.